ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Avaa ബീറ്റ്സ്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. നല്ല നാടൻ രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വറുത്തരച്ചൊന്ന് മീൻകറി വെച്ചാലോ. ഇത് കണ്ടാൽ നിങ്ങൾ മീൻകറി വെക്കുമോ? ഉറപ്പായിട്ടും. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു പാൻ അടുപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഓയിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടായി വരണം. നമ്മൾ ഒരു മുറി തേങ്ങ ഒന്ന് ചിരകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചിരകിയെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇത് എണ്ണയിലിട്ടിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇത് അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിലേക്കൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഉലുവപ്പൊടിയാണ്. ഉലുവ നിങ്ങൾക്ക് ഡയറക്റ്റ് ചേർക്കാം കേട്ടോ. ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്കൊരു 1 ടീസ്പൂൺ വലിയ ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതും കൂടി ഈ തേങ്ങയിലിട്ട് നമുക്കത് നല്ലതുപോലെ അങ്ങ് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഈ തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഓവർ അങ്ങ് നമ്മൾ ഈ തേങ്ങ മൂപ്പിക്കുകയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ കറിക്കൊരു പെർഫെക്റ്റ് ടേസ്റ്റൊന്നും കിട്ടില്ല. എപ്പോഴും നമ്മൾ വറുത്തരയ്ക്കുമ്പോൾ തേങ്ങ കറക്റ്റ് മൂപ്പായിരിക്കണം. അപ്പോൾ ഇതിലേക്കൊരു 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ആഡ് ചെയ്യാം. കറിവേപ്പിലയൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. കറിവേപ്പില എത്ര ആഡ് ചെയ്താലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കിട്ടും. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങ കറക്റ്റ് മൂപ്പായിട്ടുണ്ട്. ഇത്രയും മൂത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഞാനൊരു 3-4 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മീന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 4 ടീസ്പൂണോളം ഏകദേശം ഞാനിതിലേക്ക് ആഡ് ചെയ്തു. ഇനി നമ്മളിതിലേക്കൊരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ മല്ലിപ്പൊടി കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്തിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി പൊടികൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഞാനിത് വെള്ളം ചേർക്കാതെയാണ് പൊടിച്ചെടുക്കുന്നത്. വെള്ളം ഒട്ടും തന്നെ ആഡ് ചെയ്യില്ല, ജസ്റ്റ് പൊടിച്ചെടുക്കുകയേ ഉള്ളൂ. മിക്സിയിലിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുക്കണം. ഓക്കെ, വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറിവേപ്പില എണ്ണയിൽ കിടന്ന് നല്ലതായിട്ടൊന്ന് റെഡിയായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 7 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകുമാണ് എടുത്തിരുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഈ എണ്ണയിലിട്ട് നന്നായിട്ടങ്ങ് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് ഇതങ്ങ് വഴറ്റിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു കപ്പ് ചെറിയ ഉള്ളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നെടുകെ ഇങ്ങനെ മുറിച്ചെടുത്താണ്. അതും കൂടി ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചെറിയുള്ളി നമ്മൾ മീൻ കറിയിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് കിട്ടും മീൻ കറിക്ക്. അപ്പോൾ ഈ ചെറിയുള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ 2 തക്കാളി മുറിച്ചതും കൂടി ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി കൂടി ഇതിലിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടോ, ഞാൻ ഇങ്ങനെയാണ് തേങ്ങ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ. കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം എപ്പോഴും വറുത്തരച്ച മീൻകറി വെക്കുന്ന സമയത്ത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-6 പീസ് കുടമ്പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതുകൂടി ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി ചേർത്തിട്ട് നമുക്കൊന്നുകൂടി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ബാക്കി വെള്ളം പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒറ്റയടിക്ക് നമ്മളങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യം ജസ്റ്റ് ആ അരപ്പൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള വെള്ളം മാത്രം ഞാൻ ആദ്യം ആഡ് ചെയ്തിട്ടുള്ളൂ. അതിന് ശേഷം മാത്രം ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ബാക്കി വെള്ളം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീനിൻ്റെ പീസസും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്കൊന്ന് ഈ മീനിൻ്റെ പീസസും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മീൻ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മളതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറിയ രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. ഈ മീനൊന്നും പൊടിയാൻ പാടില്ല കേട്ടോ, ജസ്റ്റ് അതൊന്ന് എല്ലായിടും എത്താൻ വേണ്ടിയിട്ട് മാത്രം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ടല്ലേ, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ, കഴിക്കാനും സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വറുത്തരച്ച മീൻകറി. നല്ല നാടൻ രീതിയിൽ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളിനി എപ്പോൾ വറുത്തരച്ച മീൻകറി വെക്കാനായിട്ട് പോയാൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സൂപ്പർ റെസിപ്പിയാണ്, എല്ലാവരും ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ അടിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് ഇടാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.